ഒരു ക്ലാസ് റൂമിൽ കുട്ടികളെടുത്ത് കുറേ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കേണ്ടിയും പറയേണ്ടിയൊക്കെ വരും. അതിൽ പലതും ചിലപ്പോൾ ഇംഗ്ലീഷിൽ പറയേണ്ടി വരും. അപ്പോൾ കുറേ ടീച്ചേഴ്സ് കുറച്ച് കാലമായിട്ട് എൻ്റെ അടുത്ത് പറയുന്നതാണ് ക്ലാസ് റൂമിൽ യൂസ് ചെയ്യാൻ പറ്റിയ കുറച്ച് ഇംഗ്ലീഷ് സെൻറ്റൻസസ്, ചോദ്യങ്ങളൊക്കെ പറഞ്ഞുതരാൻ പറ്റുമെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ക്ലാസ് റൂമിൽ ഉപയോഗിക്കാൻ പറ്റിയ കാര്യങ്ങളാണ്. തുടങ്ങാം. ആദ്യമായിട്ട് നമ്മൾ കുട്ടികളെടുത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയോ എന്ന് എങ്ങനെ ചോദിക്കും? ഇപ്പോൾ പുതിയ യൂണിഫോം കിട്ടിയോ, അല്ലെങ്കിൽ പുസ്തകങ്ങൾ കിട്ടിയോ, എങ്ങനെ ചോദിക്കും? Did you get the new uniform? Did you get the new uniform? പുതിയ യൂണിഫോം, ന്യൂ യൂണിഫോം. നിങ്ങൾക്ക് പുസ്തകങ്ങൾ കിട്ടിയോ? Did you get the books? ബുക്സ് എന്ന് വെച്ചാൽ പുസ്തകങ്ങൾ. Did you get the books? Did you get? ഒരുമിച്ച് പറയുമ്പോൾ Did you get? Did you get the books? നിങ്ങൾക്ക് ഇംഗ്ലീഷ് നിങ്ങളുടെ ജോലിയിലൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ നല്ല ക്ലിയർ ആയിട്ട് പഠിക്കണമെങ്കിൽ ഞാൻ എടുക്കുന്ന ഇംഗ്ലീഷ് കോഴ്സ് ഉണ്ട്. അതിൽ എല്ലാ കാര്യങ്ങളും കവർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാം അതിൽ കവർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അതിന് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ എൻ്റെ വെബ്സൈറ്റ് നോക്കാം. നിങ്ങളുടെ ഇംഗ്ലീഷിൻ്റെ ലെവൽ അനുസരിച്ച് നിങ്ങളുടെ കോഴ്സിന് ജോയിൻ ചെയ്താൽ മതി. ഓരോ ലെവലിനും ഓരോ ഫീ ആണ്. അതിന് എല്ലാ ഡീറ്റെയിൽസും എൻ്റെ വെബ്സൈറ്റിലുണ്ടാവും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എനിക്ക് ഇമെയിൽ അയച്ച് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ കാശ് അടച്ചോ അതോ കാശ് അടച്ചില്ലേ? അങ്ങനെ ചോദിക്കാൻ എന്ത് പറയും? ഡിഡ് യു പേ ഓർ ഡിഡ് യു നോട്ട് പേ? നിങ്ങൾ കാശ് അടച്ചില്ലേ എന്ന് ചോദിക്കണമെങ്കിൽ ഡിഡിൻറ്റ് യു പേ? നിങ്ങൾ അടച്ചില്ലേ എന്ന് ചോദിക്കാം. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടുള്ള കാശാന്ന് പറയണമെങ്കിൽ പേ ഫോർ ആ കാര്യം. ഡിഡിൻറ്റ് യു പേ ഫോർ ദ ബുക്ക്? ഫോർ ദ ബുക്ക്. ഓക്കെ. അടച്ചോ എന്ന് ചോദിക്കണമെങ്കിൽ ഡിഡ് യു പേ ഫോർ ദ ബുക്ക്? നിങ്ങൾ കാശ് കൊടുത്തിട്ടാണോ അത് വാങ്ങിച്ചതെന്നാണ് അർത്ഥം. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ കാശ് കൊടുക്കേണ്ട ഒരു കാര്യം ഉണ്ടെങ്കിൽ ഡിഡ് യു പേ ഫോർ ഇറ്റ്? അപ്പോൾ അത് കൃത്യമായിട്ട് കുട്ടി പറഞ്ഞത് മനസ്സിലായില്ല, അതങ്ങനെ കൊടുത്തു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ചിലപ്പോൾ മനസ്സിലാവില്ല. അപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് ചോദിക്കണം, നീ കൊടുത്തു എന്നാണോ അതോ കൊടുത്തില്ല എന്നാണോ പറയണേ? ഡിഡ് യു പേ ഓർ ഡിഡ് യു നോട്ട് പേ? ഓക്കെ. ഇനി പാരൻസിൻ്റെ അടുത്ത് പലപ്പോഴും പറയേണ്ടി വരും, കുട്ടിക്ക് വയ്യെങ്കിൽ സ്കൂളിലേക്ക് വിടണ്ട, എല്ലാം റെഡി ആയിട്ട് വന്നാൽ മതിയെന്ന്. അതെങ്ങനെ പറയും? ഇപ്പോൾ ഒരു പെൺകുട്ടിയാണെങ്കിൽ ലെറ്റ് ഹർ ടേക്ക് റെസ്റ്റ്. റെസ്റ്റ് എടുക്കട്ടെ കുട്ടി. ലെറ്റ് ഹർ ടേക്ക് റെസ്റ്റ് ടിൽ ഷീ ഫീൽസ് ബെറ്റർ. ആൾക്ക് കുറച്ചുകൂടെ ബെറ്റർ ഫീലിംഗ് എന്ന് വെച്ചാൽ അസുഖമൊക്കെ മാറുന്നവരെ അവൾ റെസ്റ്റ് എടുത്തോട്ടെ. ലെറ്റ് ഹർ ടേക്ക് റെസ്റ്റ് ടിൽ ഷീ ഫീൽസ് ബെറ്റർ. ഇത് അസുഖമൊക്കെ മാറിയ ശേഷം, നന്നായിട്ട് മാറിയ ശേഷം അയക്കുന്നതാവും നല്ലത്. ഇറ്റ്സ് ബെറ്റർ ടു സെൻഡ് ഹർ ആഫ്റ്റർ ഷീ ഹാസ് റിക്കവേർഡ് വെൽ. വേണമെങ്കിൽ ഫ്രം ദ ഇൽനെസ്സിൽ നിന്ന്, അസുഖത്തിൽ നിന്ന് നന്നായിട്ട് റിക്കവർ ചെയ്ത ശേഷം സ്കൂളിലേക്ക് വിടുന്നതായിരിക്കും നല്ലത്. ഇറ്റ്സ് ബെറ്റർ ടു സെൻഡ് ഹർ ടു സ്കൂൾ ആഫ്റ്റർ ഷീ ഹാസ് റിക്കവേർഡ് ഫ്രം ഹർ ഇൽനെസ്. എന്നിട്ട് പെട്ടെന്ന് അസുഖം മാറട്ടെ കേട്ടോ എന്ന് പറയണ്ടേ? ഗെറ്റ് വെൽ സൂൺ. കുറേ കുട്ടികൾ പനി പിടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്, കുറേ കുട്ടികൾക്ക് പനിയുണ്ട്. അങ്ങനെ പറയും, മെനി കിഡ്സ് are down with fever. Many kids are down with fever. ഇനിയിപ്പോൾ എങ്ങോട്ടെങ്കിലും ബസ്സിലൊക്കെ കുട്ടികളെ കൊണ്ടുപോയി എല്ലാവരും തിരിച്ചു വരുമ്പോൾ ബസ്സിൽ കയറിയിട്ടില്ലേ എന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് എന്ത് പറയും? Has everyone got on the bus? Has everyone got on the bus? എല്ലാവരും ബസ്സിൽ കയറിയോ? അവിടെ എവിടെയും ചുറ്റിത്തിരിഞ്ഞ് നടക്കരുതേ. എങ്ങനെ പറയും? Don't roam around. ക്ലാസ്സിൻ്റെ സമയത്ത് അവിടെ ഇവിടെ ചുറ്റിത്തിരിഞ്ഞ് നടക്കരുത്. എങ്ങനെ പറയും? ഡോണ്ട് റോം അറൗണ്ട് ഡ്യൂറിങ് ദ ക്ലാസ്, അല്ലെങ്കിൽ ഡ്യൂറിങ് ദ ക്ലാസ് ടൈം. ഡോണ്ട് റോം അറൗണ്ട് എന്ന് വെച്ചാൽ ചുറ്റിത്തിരിഞ്ഞ് നടക്കുക. വേറെയും വാക്കുകളുണ്ട്, നമുക്കിപ്പോൾ ബേസിക് സിമ്പിളായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ച് പഠിക്കാം. ആദ്യം ക്ലാസ്സിൽ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക, അതിന് ശേഷം എഴുതിയെടുക്കുക. അതെങ്ങനെ പറയും? പ്ലീസ് പേ അറ്റൻഷൻ. ശ്രദ്ധിക്കുക. പ്ലീസ് പേ അറ്റൻഷൻ ടു ദ ക്ലാസ് ആൻഡ് ദെൻ റൈറ്റ് ഇറ്റ് ഡൗൺ ലേറ്റർ. അതിനുശേഷം പിന്നീട് എഴുതിയെടുക്കൂ. പ്ലീസ് പേ അറ്റൻഷൻ ഹിയർ. അങ്ങനെ പറയാം. ഇവിടെ ശ്രദ്ധിക്കൂ. പ്ലീസ് പേ അറ്റൻഷൻ ഹിയർ. ടു ഹിയർ എന്ന് പറയില്ല കേട്ടോ. ടു ദ ക്ലാസ് എന്ന് പറയാം, പക്ഷെ ഹിയറിന് മുമ്പ് ടു ചേർക്കില്ല. ഫസ്റ്റ് പേ അറ്റൻഷൻ ഹിയർ ആൻഡ് റൈറ്റ് ഇറ്റ് ഡൗൺ ലേറ്റർ. പിന്നീട് എഴുതിയെടുത്തോളൂ. നിങ്ങളിങ്ങനെ ഒച്ച വെക്കല്ലേ. എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ കൈ പൊക്കൂ. പ്ലീസ് ഡോണ്ട് സ്ക്രീം. ഇഫ് യു ഹാവ് എനി ക്വസ്റ്റ്യൻസ് please raise your hands.
If you have any questions, എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ, if you have any questions, please raise your hands. ഇനി ഇപ്പോൾ ചില ടീച്ചർമാർ ഞായറാഴ്ചകളിൽ ട്യൂഷൻ എടുക്കാറുണ്ട് അല്ലേ? ട്യൂഷൻ അല്ല, ട്യൂഷൻ. ഓക്കെ, അപ്പോൾ ഞാൻ ഇങ്ങനെ എടുക്കാറുണ്ട് എന്ന് പറയണമെങ്കിൽ I offer tuition classes on Sundays. സൺഡേസ് എന്ന് വെച്ചാൽ ഞായറാഴ്ചകളിൽ. I offer tuition classes on Sundays. ഇനി നമ്മൾ എന്തെങ്കിലും പഠിപ്പിച്ചിട്ട് അവർക്കത് മനസ്സിലായോ, എന്തെങ്കിലും കൺഫ്യൂസിങ് ആയിട്ടുള്ളതുണ്ടോ എന്ന് ചോദിക്കണമെങ്കിൽ ഈസ് ദർ എനിത്തിങ് യു ഫൈൻഡ് കൺഫ്യൂസിങ് ഓർ അൺക്ലിയർ? ക്ലിയർ അല്ലാത്തത്, അൺക്ലിയർ. ഈസ് ദർ എനിത്തിങ് യു ഫൈൻഡ് കൺഫ്യൂസിങ് ഓർ അൺക്ലിയർ? ശരിക്കും ക്ലിയർ ആവാത്ത എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ ചോദിക്കാനാണ് പറയണത്. ഇത് ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യണോ? അതെങ്ങനെ പറയും? Would you like me to go over that point again? To go over that point എന്ന് വെച്ചാൽ അതൊന്നുകൂടെ പറയാം. ഒന്നുകൂടെ എന്ന് പറയാണ്ട് അഗെയിൻ എന്ന് കൂടെ ഉപയോഗിക്കാം. Would you like me to go over that point again? ഒന്നുകൂടെ ഞാൻ പറഞ്ഞു തരണോ? Would you like me to go over that point again? Would you like me to go over that point again? വീണ്ടും ഞാൻ പറഞ്ഞു തരണോ? ക്ലിയർ ആയിട്ടില്ല എന്ന് തോന്നുന്നു. Would you like me to go over that point again? ഇനി നമ്മൾ എന്തെങ്കിലും ചോദ്യം കുട്ടിയുടെ അടുത്ത് ചോദിച്ചു, അപ്പോൾ കുട്ടി എന്തോ പറഞ്ഞു, അപ്പോൾ കുട്ടിക്ക് കുറച്ച് അറിയാമെന്ന് നമുക്ക് തോന്നി. അപ്പോൾ നമ്മൾ പറയില്ലേ, ഒന്നുകൂടെ അത് എക്സ്പ്ലെയിൻ ചെയ്യോ? ചെറിയ തെറ്റൊക്കെ അവിടെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ കുട്ടി ഒന്നുകൂടെ ശ്രമിച്ചാൽ ചിലപ്പോൾ കറക്റ്റായിട്ട് പറയും. അപ്പം നമ്മൾ കുട്ടികളുടെ ആ കഴിവിനെ അങ്ങ് പ്രോത്സാഹിപ്പിക്കുകയാണ് പറയാനുള്ളത് അല്ലേ? തെറ്റുകളൊക്കെ അവർ തന്നെ ചിന്തിച്ച് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നീ പറഞ്ഞ ആൻസറിൽ ഒന്നുകൂടെ വിശദീകരിക്കാമോ? എങ്ങനെ പറയും? Can you explain your answer a bit more? ഒരു ഇത്തിരി കൂടെ. Can you explain your answer a bit more? ഇത്തിരി കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ നീ പറഞ്ഞത്? ഇനി നമ്മൾ ഇന്നത്തെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് പോയി നാളെ വരുമ്പോൾ ചിലപ്പോൾ കുട്ടികൾ ഇതൊക്കെ മറന്നു പോയിട്ടുണ്ടാവും അല്ലേ? വീട്ടിൽ പോയിട്ട് നോക്കിയിട്ടില്ലെങ്കിൽ. അപ്പോൾ നമ്മൾ പറയില്ലേ, എന്താ നമ്മൾ ഇന്നലെ പഠിച്ചേ? എങ്ങനെ പറയും? അല്ലെങ്കിൽ എന്താ നമ്മൾ ഇന്നലെ ചെയ്തേ? എങ്ങനെ പറയും? What did we do yesterday? എന്തെങ്കിലും ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും എന്നുള്ള അർത്ഥത്തിൽ? What did we do yesterday? എന്നാലും നമ്മൾ എന്താ ചെയ്തേ? നമ്മൾ കഴിഞ്ഞ തവണ ഒരു കഥ പഠിച്ചിരുന്നു അല്ലേ? ആ കഥയുടെ പേര് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? Can you remember the name of the story we read last time? നമ്മൾ കഴിഞ്ഞ തവണ വായിച്ചത്, we read last time, ആ സ്റ്റോറി അത് ഓർക്കാൻ പറ്റുമോ? Can you remember the name of the story we read last time? കഴിഞ്ഞ തവണ നമ്മളൊരു കഥ പഠിച്ചു, ആ കഥയുടെ പേര് ഓർമ്മയുണ്ടോ? ഇനി വേറെ കാര്യം ചോദിക്കാനുള്ളത് ഹോംവർക്കിനെ കുറിച്ചാണ് അല്ലേ? അപ്പോൾ ഹോംവർക്ക് പറയാം, അല്ലെങ്കിൽ അസൈൻമെൻറ്റ് എന്ന് പറയാം. അസൈൻമെൻറ്റ് ചെയ്തിട്ടുണ്ടോ, കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ചെയ്ത് കഴിഞ്ഞോ എന്ന് ചോദിക്കാൻ ഹാവ് യു കംപ്ലീറ്റഡ് യുവർ അസൈൻമെൻറ്റ്, അല്ലെങ്കിൽ ഹാവ് യു ഡൺ യുവർ ഹോംവർക്ക്, അങ്ങനെയൊക്കെ ചോദിക്കാം. ഹാവ് യു കംപ്ലീറ്റഡ് യുവർ അസൈൻമെൻറ്റ്? നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത ആ വർക്കില്ലേ അത് കാണിച്ചു തരുമോ? കെൻ യു ഷോ മീ യുവർ ഫിനിഷ്ഡ് വർക്ക്? എന്തെങ്കിലും ഒരു കാര്യം എഴുതാനോ വരയ്ക്കാനോ കൊടുത്തു, അത് ചെയ്തിട്ടൊന്ന് കാണിച്ചതാന്ന് പറയാൻ വേണ്ടിയിട്ട് കെൻ യു ഷോ മീ യുവർ ഫിനിഷ്ഡ് വർക്ക്? എല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. ഒന്ന് കാണിച്ചെന്നേ, എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഒന്ന് കാണിച്ചെന്നേ. കെൻ യു ഷോ മീ യുവർ ഫിനിഷ്ഡ് വർക്ക്? ആർക്കെങ്കിലും കുറച്ചുകൂടെ സമയം വേണോ? ഇസ് ദർ എനി വൺ ഹു നീഡ്സ് മോർ ടൈം? അല്ലേ, എഴുതാൻ പറഞ്ഞിട്ട് ചോദ്യമൊക്കെ ഇട്ട് കൊടുത്തിട്ട് ടീച്ചർ അവിടെ ഇരിക്കും. എന്നിട്ട് പറയും ഏകദേശം എല്ലാവരും കഴിഞ്ഞ് ആർക്കെങ്കിലും കുറച്ചുകൂടെ സമയം വേണോ? എല്ലാവരും നന്നായിട്ട് അവിടെ ഒരു സാഹിത്യം എഴുതി ഉണ്ടാക്കണമെങ്കിൽ സമയം കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ട് സമയം വേണോ ആർക്കെങ്കിലും? ഇസ് ദർ എനി വൺ ഹു നീഡ്സ് മോർ ടൈം? ഹു നീഡ്സ് മോർ ടൈം? അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്യാൻ കൂടുതൽ സമയം വേണോ? ഇസ് ദർ എനി വൺ ഹു നീഡ്സ് മോർ ടൈം ടു ഫിനിഷ്? ചോദിക്കാം. നിങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ക്ലാസ്സിൽ എല്ലാവർക്കും കാണിച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ റെഡി ആയ ഒരാൾ കൈ പൊക്കണം. എങ്ങനെ പറയും? Can you raise your hand if you're ready to share your answer? Can you raise your hand? Raise ചെയ്യാന്ന് വെച്ചാൽ പൊക്കുക. Can you raise your hand if you're ready to share your answer? ഇന്ന് പഠിച്ചത് എന്താന്ന് എല്ലാവർക്കും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? Can someone explain what we learned today? ഇന്ന് പഠിച്ച കാര്യം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? Can someone, ആർക്കെങ്കിലും, can someone explain? വിശദീകരിക്കുക, explain. Can someone explain what we learned today? ഇന്ന് പഠിച്ച കാര്യം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? ഇനി നമ്മൾ ഒരു അസൈൻമെൻറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ അത് ഇന്ന രീതിയിൽ ചെയ്യണം, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഈ ഭാഗത്ത് ഇവിടെ എഴുതാൻ പാടില്ല, ഇവിടെ എഴുതണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരു ഇൻസ്ട്രക്ഷനൊക്കെ കൊടുക്കില്ലേ? അതെല്ലാവർക്കും മനസ്സിലായോ ഈ പറഞ്ഞ ഇൻസ്ട്രക്ഷൻസ്? എങ്ങനെ പറയും?
Did everyone understand the instructions for the assignment? അസൈൻമെൻറ്റിന് വേണ്ടിയുള്ള കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഞാനിപ്പോൾ പറഞ്ഞിരുന്നു, കേട്ടോ? എല്ലാവർക്കും മനസ്സിലായോ? Did everyone understand the instructions for the assignment? എല്ലാവർക്കും മനസ്സിലായോ എന്നാണ് Did everyone understand? ആർക്കെങ്കിലും ഈ ഒരു ടോപ്പിക്കിൽ കുറച്ചുകൂടെ വിശദീകരണം വേണോ? Is there anyone who would like more clarification on this topic? Clarification എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ ക്ലിയർ ആക്കണോ ഈ കാര്യം, അതിനുള്ള എക്സ്പ്ലനേഷൻ വേണോ എന്നാണ് ചോദിക്കുന്നത്. Is there anyone who would like more clarification on this topic? ഈ ടോപ്പിക്കിൽ കുറച്ചുകൂടെ ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ടോ? ഇനി ചില സമയത്ത് പല സമയത്തും കുട്ടികൾ ഭയങ്കര ബഹളം വെക്കും അല്ലേ? അപ്പോൾ നമുക്ക് ഇത്തിരി നേരം ഒന്നും മിണ്ടാണ്ടിരിക്കാൻ പറ്റുമോ? Can we have a few moments of silence please? കുറച്ച് നേരം എല്ലാവരും ഒന്ന് സൈലന്റ് ആയിരുന്നേ. Can we have a few moments of silence please? എല്ലാവരും അവരവരുടെ സംഭാഷണങ്ങളൊക്കെ കഴിഞ്ഞോ? സംസാരിച്ച് തീർന്നോ? Is everyone finished with their conversations? എല്ലാവരും സംസാരിച്ച് തീർന്നെങ്കിൽ നമുക്ക് ക്ലാസ് തുടങ്ങാം അല്ലേ? Is everyone finished with their conversations? ഇനി നിങ്ങൾക്ക് ചെയ്യാനൊരു സാധനം തന്നിട്ടില്ലേ, അതൊന്ന് ശ്രദ്ധിക്കാൻ പറ്റുമോ? അത് ചെയ്യാൻ പറ്റുമോ എന്നുള്ള അർത്ഥത്തിൽ Can you focus on the task at hand? നിങ്ങൾ കയ്യിൽ ഇപ്പം ചെയ്യാൻ വേണ്ടിയിട്ടൊരു പരിപാടി ഞാൻ തന്നിട്ടില്ലേ, അതൊന്ന് ശ്രദ്ധിച്ച് ചെയ്യാൻ പറ്റുമോ? Can you focus on the task at hand? പുറത്ത് ആരെങ്കിലും ഉണ്ടോ അതൊന്ന് നോക്കുമോ? Can you check if anyone is still outside? എല്ലാവരോടും അകത്ത് കയറാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഉണ്ടാവും ചില ആൾക്കാർ നമ്മളീ പറഞ്ഞ ഒന്നും കേൾക്കാണ്ട് ഇങ്ങനെ സാ എന്ന് വെച്ച് നടക്കണം അല്ലേ? അപ്പം അങ്ങനെ ആരെങ്കിലും ആ പുറത്ത് നിൽക്കുന്നുണ്ടോ എന്നൊന്ന് നോക്കുമോ? Can you check if someone is still outside? എല്ലാവരും റെഡിയാണോ തുടങ്ങാൻ? അങ്ങനെ ചോദിക്കുക. Are we all set to begin the activity? അല്ലെങ്കിൽ ഇന്നത്തെ ക്ലാസ് തുടങ്ങാൻ എല്ലാവരും റെഡിയാണോ? Are we all set to begin today's class? ഇന്നത്തെ ക്ലാസ് തുടങ്ങാൻ എല്ലാവരും റെഡിയാണോ? Are we all set to എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടിരുന്നു കേട്ടോ? ഇനി എന്തെങ്കിലും ഒരു പ്രത്യേക ഇവൻ്റ് ഒക്കെ നടക്കുകയാണെങ്കിൽ കസേരകളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുമോ ഒന്ന് ശ്രദ്ധിക്കുമോ, ഒന്ന് നോക്കുമോ? അങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കണം, ഇവൻ്റ് അങ്ങനെയാണ്. അപ്പം എല്ലാ കസേരയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കിടന്നാൽ ഒന്ന് ഒതുക്കി വെക്കാൻ നോക്കുമോ? Can you make sure your chairs are arranged properly? ക്ലിയർ ആയിട്ട് കൃത്യമായിട്ട് ചെയർസ് ഒക്കെ ഒന്ന് ഒതുക്കി വെക്കുമോ? അതൊന്ന് നോക്കാൻ പറ്റുമോ? Can you make sure the chairs are arranged properly?
ഈ സെൻറ്റൻസുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരം വരുന്നതാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയേ ഉള്ളൂ. അടുത്ത ദിവസം വീണ്ടും കാണാം. അതുവരേക്കും ബൈ.